എന്നിട്ട് അവിടെ നമ്മളെ പിടിക്കണം പതുക്കെ പതുക്കെ. വിസിലടിച്ചതിനു ശേഷം ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അങ്ങോട്ട് പിടിച്ചു വരുമ്പോ നിങ്ങളുടെ കൈക്കകത്ത് നിൽക്കണം വെള്ളം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആഘോഷമല്ല. എന്തോ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥന നടത്തിയതിനു ശേഷം നമ്മുടെ പരിപാടി ആരംഭിക്കും. നമ്മുടെ ബഹുമാന്യായ ശ്രീ ആർ കെ കുറുപ്പ് അവർ അതിന്റെ മരുത്ത കർമ്മത്തെ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം വള്ളത്തിൽ തൊട്ടു. അത് ഇനി അടുത്തത് ആർപ്പിട്ടതിന് ശേഷം വിസിലിന് ശേഷം വള്ളം ഉയർത്തുവാനുള്ള സംവിധാനം ചെയ്യാം. മൈക്കോട്ടെ നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. മതപൗരാണികർക്കും നമ്മുടെ കേരളത്തിലെ മറ്റ് വിശിഷ്ട അതിഥികൾക്കും ഇതിന്റെ മുഖ്യ കാർമി ഈ ചുണ്ടൻവള്ളം അതിമനോഹരം രാജശില്പി ശ്രീ ഉമാമഹേശ്വരൻ അവർ ഈ വളരെയൊരു ഔപചാരികതയുടെയോ ചടങ്ങിന്റെയോ പരിവേഷം ഇതിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാവരും എന്നും കാണുന്നവരും എപ്പോഴും കാണുന്നവരും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെ കൂടിയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. ഇതിൽ അതിഥികളോ ആതിഥേയരോ ഇല്ല, നമ്മളെല്ലാം ഒന്നിച്ചുള്ളവരാണ്. എനിക്കിതിൽ പറയാനുള്ളൂ, വള്ളം പണിയാൻ 40 ലക്ഷം വേണ്ടി വരും, 38 ലക്ഷം 35 ലക്ഷം വേണം. എവിടെ നിന്ന് കാശ് കിട്ടും, എങ്ങനെ പണിയും എന്നൊക്കെ അത്ഭുതപ്പെട്ടവർ ഈ വള്ളം ഇറക്കുമ്പോഴും അത്ഭുതപ്പെടും. അവിടെ കാശ് കൊടുക്കാൻ കഴിയാത്തവർക്ക് കാശ് കൊടുക്കാതെ സഹായിക്കാം. പക്ഷേ അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ ഉള്ള ഒരു അവസരം, ഇതിനെ സഹായിക്കാൻ കഴിയുന്നവരെല്ലാം സഹായിക്കണം.
ഈ നാടിന്റെ ഐശ്വര്യം. ഇപ്പൊ നമുക്കറിയാലോ, അപ്പുറത്തെ കാരിച്ചാൽ ഒരു വള്ളം, കാരിച്ചാൽ എന്ന കര ലണ്ടനിൽ പോയാലും അമേരിക്കയിൽ പോയാലും അറിയും. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ആരും എന്നാലും ഇപ്പോൾ ഞാൻ വള്ളം ഇരിക്കുന്ന കരയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവേശം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം, വള്ളംകളിയിൽ അതിൻ്റെ പണിയിൽ അതിന് ട്രയൽ നടക്കുന്ന സമയത്ത് ഒക്കെ ഏതൊരു കാര്യവും അതിൻ്റെ പൂർത്തീകരണത്തിലും വിജയത്തിലും എത്തുന്നത് നല്ല ആവേശവും നല്ല ഉത്സാഹവും സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ഇനിയും അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യം പ്രാർത്ഥനാപൂർവ്വം ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വള്ളം പണി നടക്കുന്ന സ്ഥലത്ത് മതിയല്ലേ നമ്മുടെ ആത്മീയനായ